UDF എന്തായാലും 2026 തെരഞ്ഞെടുപ്പിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് വെട്ടിപ്പൊട്ടി തുടങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം UDF ആണ് അതിലെ പ്രബല കക്ഷി. കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രബല കക്ഷി എന്നൊക്കെ പറയാമോ എന്ന് അറിയില്ല. സത്യത്തിൽ ഏറ്റവും വലിയ പ്രബല കക്ഷി മുസ്ലിം ലീഗ് തന്നെയാണ്. മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അവർ 10 സീറ്റാണ് അത്ര ഈ തവണ അധികം ചോദിക്കാൻ പോകുന്നത്. എവിടെ നിന്ന് എടുത്തു കൊടുക്കുക? ഇത്രയും സീറ്റ് മുസ്ലിം ലീഗ് അധികം ചോദിക്കുന്നിടത്താണ് ഇനി ആ മുന്നണി ആകെ എക്സ്പാൻഡ് ചെയ്ത് വികസിപ്പിക്കാൻ പോകുന്നത്. കേരള കോൺഗ്രസിനെ കൊണ്ടുവരണം, ജനതാദൾ പോലെയുള്ള കക്ഷികളെ, വീരേന്ദ്രകുമാറിന്റെ കക്ഷിയെ, ശ്രേയംസ് കുമാറിന്റെ കക്ഷിയെ കൊണ്ടുവരണം, പറ്റുമെങ്കിൽ CPI കിട്ടിയാൽ കൊണ്ടുവരണം. ഇവരെയൊക്കെ കൂട്ടിയിട്ട് UDF വികസിപ്പിച്ചു കഴിഞ്ഞാൽ ഈ 140 സീറ്റ് എന്തായാലും ചുരുങ്ങിയത് ഒരു 280 സീറ്റെങ്കിലും ഉണ്ടെങ്കിലാണ് UDF വീതം വെക്കാൻ നടക്കുള്ളൂ. അല്ലെങ്കിൽ കോൺഗ്രസിന് ഏതാണ്ട് മത്സരിക്കാൻ ഏതാണ്ട് 50-ൽ താഴെ സീറ്റ് മാത്രമേ കിട്ടൂ എന്നാണ് ഈ കണക്ക് തോന്നുന്നത്. എന്തായാലും സംഗതി ജോറായിട്ടുണ്ട്. ഇപ്പൊ അവരുടെ കയ്യിലുള്ളത് 42 സീറ്റാണ് കേട്ടോ. ഇനിയിപ്പോ ഭരണവിരുദ്ധ വികാരമൊക്കെ അങ്ങനെ കുട്ടികുത്തി വാഴുന്നു എന്നാണ് വിവിധ സർവേ റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അതിന്റെ നിജസ്ഥിതിയെ പറ്റിയൊക്കെ ഇനി നമുക്ക് വരും ദിവസങ്ങളിലേ അറിയാൻ പറ്റുള്ളൂ. ഇനി അങ്ങ് കൂടി അതങ്ങോട്ട് ഒരു ഭയങ്കരമായി കൂട്ടി ഒരു 10-60 എത്തിച്ചാൽ പോലും ബാക്കി വേണമല്ലോ ഒരു 10-12 സീറ്റും കൂടെ ഭരിക്കണമെങ്കിൽ, ഇത് മര്യാദയ്ക്ക് ഭരിക്കണമെങ്കിൽ ഒരു 75 സീറ്റിന് മുകളിലെങ്കിലും കിട്ടണം മനസമാധാനത്തോടുകൂടെ. അവിടെ വരെ എത്തോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ PV അൻവർ ചോദിക്കാൻ പോകുന്ന എത്ര സീറ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. PV അൻവറിനെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗ് അത് സമ്മതിക്കാൻ തോന്നുന്നില്ല. PV അൻവറിനെ കൂടെ കൂട്ടിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ എന്തായാലും UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അല്ലെങ്കിൽ PV അൻവർ ചില പാരയൊക്കെ പണിയാൻ സാധ്യതയുണ്ട്. നിലമ്പൂര് മൂപ്പരുടെ പാര ഏശിയില്ല എന്നൊന്നും വിചാരിക്കണ്ട. ഇനിയിപ്പോ ആകെയുള്ളത് ഒരു 10 മാസത്തോളാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ളത്. അപ്പൊ അതിനും ഒരു 2-3 മാസം മുമ്പെങ്കിലും കാര്യങ്ങളൊക്കെ തീർക്കും. അപ്പൊ ഒരു 6 മാസത്തിനുള്ളിൽ കാര്യങ്ങൾക്കൊരു രൂപരേഖ വന്നില്ലെങ്കിൽ പെട്ടുപോകും. അത് രണ്ട് മുന്നണികളുടെയും കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ അണിയറ ഒരുക്കങ്ങളുണ്ട്, അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. മൊത്തത്തിൽ ഒരു ബിസി ഷെഡ്യൂളായിരിക്കും. എന്തായാലും UDF ഭാവി എന്തായിരിക്കും എന്നുള്ളതിന്റെ ആദ്യത്തെ വെടിവെപ്പ് കഴിഞ്ഞു. ആ സിഗ്നലില് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് നമുക്ക് വരും ആഴ്ചകളിലെ ദിനങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയത്തെ പറ്റി വളരെ ആകാംക്ഷയോടുകൂടെ നോക്കി കാണുന്ന നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനുള്ളത് നിങ്ങൾ പറയുക. ഇനി ഭരണം UDF കിട്ടിക്കഴിഞ്ഞാലുള്ള സ്ഥിതിയാണ് കേട്ടോ ഏറ്റവും വലിയ കഷ്ടം. കാരണം കോൺഗ്രസിൽ ഇതിൽ ആരെ മുഖ്യമന്ത്രിയാവേണ്ടതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. തരൂർ എന്തായാലും ഒരു സർവേ നടത്തിയിട്ട് തരൂര് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അല്ലാതെ ആ സ്ഥാനത്തേക്ക് പിന്നെ ആരെ പ്രതീക്ഷിക്കാനാണ്? കാരണം ഇത്രയും കാലം വെള്ളം കോരിയിട്ട് അവസാനം കൊണ്ടിട്ട് അത് തുടയ്ക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് ഒരുപാട് പേരുണ്ട്, മുരളീധരൻ, സുധാകരൻ, അങ്ങനെ KC വേണുഗോപാൽ അവിടുന്ന് ഡൽഹിയിൽ നിന്ന് വിമാനം കയറി വരുമെന്ന് കേൾക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. മറ്റൊരു വിഷയവുമായി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.